ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ എയിൽ 31 ക്വസ്റ്റ്യൻസും സെക്ഷൻ ബിയിൽ 23 ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സ്കൂളിൽ ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. തേർഡ് ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി ഗിവൺ വയർ യൂസിങ് ഓംസ് ലോ. ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് കണ്ടക്റ്റൻസ്. ഈ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് ആദ്യം തിയറി എഴുതി കൊടുക്കേണ്ടത്? നിങ്ങൾക്ക് തരുന്ന ആൻസർ ഷീറ്റിലേക്ക് ക്വസ്റ്റ്യൻ അതേപടി പകർത്തുക. അതിൽ ഒരു വാക്കും മുറിക്കാനോ എയിമായിട്ട് മാറ്റി എഴുതാനോ ഒന്നും തന്നെ പാടില്ല. അതേപടി ഡിറ്റർമിൻ ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഗിവൺ വയർ ബൈ യൂസിങ് ഓംസ് ലോ. ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് കണ്ടക്റ്റൻസ്. അത് ക്വസ്റ്റ്യൻ പകർത്തിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് എയിമിൻ്റെ രൂപത്തിൽ നിങ്ങളുടേതായ രീതിക്ക് മാറ്റി എഴുതാം. അല്ലാതെ ആദ്യം തന്നെ എയിം എന്ന് പറഞ്ഞ് അത് എഴുതാൻ പാടില്ല. ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ എയിം എഴുതണം നിർബന്ധമില്ല. അതുപോലെ അപ്പാറ്റസ്, അതും കമ്പൽസറി അല്ല. വരുന്ന എക്സ്റ്റേണൽ എക്സാമിനർ ആവശ്യപ്പെട്ടാൽ മാത്രം എഴുതിയാൽ മതി. അല്ലെങ്കിലും അതൊരു ഓപ്ഷണലാണ്. അപ്പാറ്റസ് സ്ട്രെയിൻ ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. ഓംസ് ലോ ചെയ്യുന്ന ഒരു കുട്ടിക്ക് അറിയാമല്ലോ എന്തൊക്കെയായിരിക്കും അപ്പാറ്റസ് വേണ്ടത് എന്ന്. മീറ്റർ, വോൾട്ട്മീറ്റർ, റിയോസ്റ്റാറ്റ്, ബാറ്ററി, കീ, റെസിസ്റ്റൻസ് വയർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എല്ലാ എക്സ്പെരിമെന്റിലും അപ്പാറ്റസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അത് എഴുതണം. ഇനിയാണ് തിയറി. ഇത് കമ്പൽസറി ആണ്. തിയറി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ആൻഡ് ഫോർമുല. ഇത് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുകയില്ല. ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. ഇപ്പോൾ ഓംസ് ലോ ആയതുകൊണ്ട് ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എഴുതുക. സ്റ്റേറ്റ്മെന്റ് എഴുതിയതിന് ശേഷം വി പ്രൊപ്പോർഷണൽ ടു ഐ, വി ഈക്വൽ ടു ആർ എ, വി പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഐ കറണ്ട്, ആർ ഈക്വൽ ടു വി ബൈ എന്നുള്ളതാണ് ഇവിടെ വേണ്ട ഇക്വേഷൻ. അതിൻ്റെ യൂണിറ്റ് ഓം. ഇനി ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. കണ്ടക്റ്റൻസ് കാണാൻ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങളുടെ റെക്കോർഡിൽ എഴുതിയിട്ടുണ്ടാവില്ല. ലാബ് മാനുവൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്തത് കൊണ്ട് റെക്കോർഡിൽ എഴുതാൻ ചാൻസ് ഇല്ല. വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. അത് കണ്ട് ടെൻഷൻ ആവുക ഒന്നും വേണ്ട. കണ്ടക്റ്റൻസ് ഇക്വേഷൻ സി ഈക്വൽ ടു 1/r ആണ്. അതിൻ്റെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് ആണ്. അത്രയും മതി തിയറി പാർട്ടിൽ. ഇനി സർക്യൂട്ട് ഡയഗ്രാം. സർക്യൂട്ട് ഡയഗ്രാം നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. എഴുതുന്ന ഒരു കാര്യങ്ങളും തെറ്റാൻ പാടില്ല. ഇത് നോക്കിയാണ് നിങ്ങൾ കണക്ഷൻ ചെയ്ത് പിന്നീട് റീഡിങ്സ് എടുക്കേണ്ടത്. നെക്സ്റ്റ് ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ്, അതായത് ടാബുലാർ കോളം. ടാബുലാർ കോളത്തിൻ്റെ മുകളിൽ എഴുതേണ്ടത് ഇങ്ങനെ എഴുതേണ്ട കാര്യങ്ങളെല്ലാം എഴുതുന്നു. ടാബുലാർ കോളം അത്യാവശ്യം റീഡിങ്സ് എഴുതാൻ വലിപ്പത്തിൽ പാകത്തിൽ തന്നെ വരയ്ക്കുക. ഈ കോളത്തിലാണ് പിന്നീട് നിങ്ങൾ റീഡിംഗ് എടുത്തതിന് ശേഷം എഴുതുന്നത്. ഇതാ ഈ കോളത്തിൻ്റെ മുകളിൽ എഴുതിയതിന് ശേഷം യൂണിറ്റുകളെല്ലാം എഴുതണം. ഇക്വേഷൻ ടാബുലാർ കോളത്തിൻ്റെ അടിയിൽ മീൻ റെസിസ്റ്റൻസ് ഡാഷ് ഓം. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ കണ്ടക്റ്റൻസും കൂടെ ക്വസ്റ്റ്യനിൽ ഉള്ളത് കൊണ്ട് കണ്ടക്റ്റൻസ് സി ഈക്വൽ ടു ഡാഷ് ഓം ഇൻവേഴ്സ്. ഇനിയാണ് റിസൾട്ട്. അപ്പോൾ ഈ റിസൾട്ട് എഴുതുമ്പോൾ ഇവിടെ ടാബുലാർ കോളം കഴിഞ്ഞ് ഗ്യാപ്പ് തൽക്കാലം കൊടുക്കേണ്ട ആവശ്യമില്ല. റിസൾട്ടിൽ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ഈക്വൽ ടു എസ് ഐ യൂണിറ്റ് മസ്റ്റാണ് ഡാഷ് ഓം. കണ്ടക്റ്റൻസ് ഓഫ് ദ വയർ ഈക്വൽ ടു ഡാഷ് ഓം ഇൻവേഴ്സ്. ഓക്കെ. അപ്പം ആ ക്വസ്റ്റ്യന് ഇത്രയും കാര്യങ്ങൾ കമ്പൽസറി ആയിട്ട് എഴുതി കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ലഭിച്ച 2 ക്വസ്റ്റ്യൻസിൻ്റെയും തിയറി കാര്യങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് മിനിമം കാര്യങ്ങൾ എഴുതിയാൽ മതി. വാരി വലിച്ച് ചോദിക്കാത്ത കാര്യങ്ങളെല്ലാം കൂടെ എസ് എഴുതുന്ന പോലെ എഴുതി കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം 2 ക്വസ്റ്റ്യൻസിൻ്റെയും എഴുതിയതിന് ശേഷം നിങ്ങൾ എക്സ്റ്റേണലിനെ കാണിച്ച് അത് കറക്ഷൻ ചെയ്ത് ഒരു പക്ഷേ അപ്പം തന്നെ വൈവ ചോദിക്കും, അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞിട്ടായിരിക്കും. അതിന് ശേഷമാണ് നിങ്ങൾക്ക് അപ്പാറ്റസ് തരിക. അപ്പാറ്റസ് തന്നു കഴിഞ്ഞാൽ റീഡിംഗ് എടുത്ത് ഈ ടാബുലാർ കോളം ഫില്ല് ചെയ്ത് കാൽക്കുലേഷൻ ചെയ്യാൻ വേറെ അഡീഷണൽ ഷീറ്റ് എടുക്കണം. ചെയ്യുന്ന കാൽക്കുലേഷൻസ് എല്ലാം തന്നെ ഒരു പേപ്പറിൽ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം.
നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫ്രണ്ട് പേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോന്നിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാൽക്കുലേഷൻസിനെല്ലാം തന്നെ സെപ്പറേറ്റ് മാർക്കുള്ളതാണ്. അങ്ങനെ അഡീഷണൽ ഷീറ്റ് വാങ്ങി കാൽക്കുലേഷൻസ് എല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് അവസാനം റിസൾട്ട് ഒന്നും കൂടെ വൃത്തിയായിട്ട് എഴുതി കൊടുക്കണം. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രാക്ടിക്കൽ വീഡിയോ ചെയ്യുന്നതും അതിൻ്റെ കാൽക്കുലേഷനും ഗ്രാഫ് വരയ്ക്കുന്നത് അതുപോലെ പ്രാക്ടിക്കൽ എക്സാം ടിപ്സ് എല്ലാ ആവശ്യമുള്ള കാര്യങ്ങളും ആ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞ് +2 ഫിസിക്സ് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞ ആ ലിസ്റ്റിലുണ്ട്. അതിനകത്ത് നിന്ന് കഴിഞ്ഞ വർഷം ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത വീഡിയോ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി പഠിച്ച് പ്രാക്ടിക്കൽ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.